ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ രണ്ട് ഡിഷസ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് വളരെ ഫേമസ് ആയ ഷെഫ്സ് ആണ്. ലെറ്റ്സ് വെൽക്കം them to the stage. Mrs. George, please come on to the stage. And Mrs. Paul, please give a big round of applause. Okay, first let us get on to Mrs. Paul. Mrs. Paul, എന്താണ് ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്നത്? ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ രസകരമായ ഒരു രസമാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ? ആദ്യമായി ഒരു കഴുകി ഉണക്കിയ ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ്. ശരിയാണ്, വെച്ചു, തീ കത്തിച്ചു. അതിലേക്ക് ആദ്യമായി 3 ടീസ്പൂൺ അനീതി എന്ന എണ്ണ ഒഴിക്കുകയാണ്. അനീതി എണ്ണ? അത് നമ്മൾ ഈ പാകത്തിന് കേൾക്കാത്തൊരു എണ്ണയാണല്ലോ. വേറെ എന്തെങ്കിലും ഉപയോഗിക്കാമോ? ഇല്ല, മാർക്കറ്റിൽ പലതരം എണ്ണകൾ ലഭ്യമാണ്, എങ്കിലും അനീതി എണ്ണയുടെ രുചി മറ്റൊന്നിനും കിട്ടുന്നില്ല. ശരി, ഓക്കെ. അനീതി എണ്ണ എല്ലാവരും പ്ലീസ് നോട്ട് ചെയ്യുക. എണ്ണ ചൂടാക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കുശുമ്പ്, 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ അത്യാഗ്രഹം, 5 അല്ലി അരിശം. 5 അല്ലി അരിശം? 5 അല്ലി അരിശം. ഇല്ല, കൂടുന്നോറും അതിന് രുചി കൂടും. പിന്നെ ഒരു ഫുൾ തക്കാളി, അതല്ലെങ്കിൽ ഒരു ഫുൾ കളിയാക്കൽ. തക്കാളി ഇല്ലെങ്കിൽ കളിയാക്കലായാലും മതി. ഓക്കെ. 4 നുള്ള് അഹംഭാവം. 4 നുള്ള് അഹംഭാവം. പ്ലീസ് കൂടെ പറയാനോ പാടില്ല. 4 നുള്ള് അഹംഭാവം. ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കുക. അതൊക്കെ ഏകദേശം എത്ര നേരം ഇളക്കണം? അതെ, ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മോര് വിളക്കൽ മോർദ രുചി. മോർദ രുചി. ഓക്കെ. പിന്നെ ഇത് വളരെ പുതിയ സാധനങ്ങളാണ്. അഹംഭാവം, കുശുമ്പ്, നുണ, ഇതൊന്നും നമ്മുടെ ഈ പള്ളിയുടെ ഈ ഭാഗത്തൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അച്ഛാ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കാണാറുണ്ടോ ഇതൊക്കെ? പിന്നെ ഇതൊക്കെ എവിടെ കിട്ടും? Well, I shall give you details at the end. Okay. പിന്നെ ഈ കറി അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കാരണം അടി പിടിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പരദൂഷണം, 1 ടീസ്പൂൺ വെട്ടി വെച്ചിരിക്കുന്ന പാരയുടെ നീര്. കഷ്ണം പറ്റില്ല, കാരണം പാരയുടെ നീരിലാണ് അതിന്റെ തനിമയാർന്ന സത്യം. നീര് വേണം. ഇനി ഇത് നന്നായി ഇളക്കണം. ഓക്കെ. അപ്പൊ ഇത് എത്ര ലെയർ? ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അതാ ആ അസൂയ അങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നു. എന്റെ ഇനി ഇതിലോട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കൊലപാതകം 1/2 പാക്കറ്റോ ചിരണ്ടി വെച്ചിരിക്കുന്ന പീഡനം 1/4 കപ്പോ ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ ഇത് ഏകദേശം ആവാറായോ? ഈ ഡിഷിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എത്താൻ വേണ്ടി ഒരു 10 മിനിറ്റ് ലോ തീയിലിരിക്കേണ്ടതുണ്ട്. ശരി. അപ്പൊ ഇതൊരു 10 മിനിറ്റ് ലോ തീയിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരണം. അപ്പൊ ആ 10 മിനിറ്റ് സമയം നമുക്കിപ്പോ മിസ്സസ് ജോർജ് റെഡി ആയിട്ടുണ്ട്. മിസ്സസ് ജോർജിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഹായ് മിസ്സസ് ജോർജ്, നമ്മൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഓ, മിൽക്ക് ഷേക്ക്. വാവ്, ഐ ലവ് മിൽക്ക് ഷേക്സ്. ഓക്കെ. അപ്പൊ അതിന് എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്? അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ റെസിപ്പി ബുക്കായ ബൈബിളിൽ നിന്ന് എടുത്തതാണ്. ഓ, അത് ശരിയാ. അത് ഒന്ന് പത്രോസിന്റെ 2:2 ഗ്ലാസിനോ 5 ഗലാത്യന്റെ 22-23 അത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ റെസിപ്പി എല്ലാവരും പ്ലീസ് നോട്ട്. ഇനി ഇപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. നമുക്ക് മായമില്ലാത്ത വചനം എന്ന പാല്. മായമില്ലാത്ത വചനം എന്ന പാല്. ഓക്കെ. അപ്പൊ ഈ മായമുള്ള പാലൊക്കെയാണ്. മായമുള്ള പാലൊക്കെ ഒത്തിരി സുലഭമാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ. ഈ മായമുള്ള പാല് ചേർത്ത് നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാൽ അതിന് കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് ശരിയാണ്. എന്തൊക്കെയാണ് അതിന് സൈഡ് എഫക്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ, മായമുള്ള പാലും കൊണ്ട് നമ്മൾ മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ ചിലര് കുരയ്ക്കും, ചിലര് കരയും. അത് ശരി, കുരയ്ക്കും. ചിലര് പാമ്പ് പോലെ എഴഞ്ഞു നടക്കും, ചിലര് ചിരിച്ചോണ്ടിരിക്കും. അത് ശരി, ചിലര് കിടന്ന് താഴെ വീഴും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മായമില്ലാത്ത
വചനം എന്ന പാല് വേണം ഇതിന് ഉപയോഗിക്കാൻ. അപ്പൊ ഇത് മായമില്ലാത്തതാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? മായമില്ലാത്ത അത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച ആഡംസ് കല്ലിനറി കോളേജില് ഞങ്ങൾക്ക് ഇതിന് സ്പെഷ്യലൈസ് ചെയ്തൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർ ഒരു അൽഫോൻസാമ ഇതിന് വേണ്ടിയിട്ട് പ്രൊഫസർ അൽഫോൻസാമ ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ആൽഫോമീറ്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൽഫോമീറ്റർ ഉപയോഗിച്ച് ഞങ്ങൾ ഈ മായമില്ലാത്ത പാല് കണ്ടുപിടിച്ച് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആൽഫോമീറ്റർ ഉപയോഗിക്കാൻ കേട്ടോ, നല്ല മിൽഷേക്കൊക്കെ ഉണ്ടാക്കാൻ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, പിന്നെ ഇന്ദ്രിയ ജയം, ഇങ്ങനെ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. അതൊക്കെ നമുക്ക് ഇവിടെ ധാരാളമായിട്ട്. പിന്നെ നമുക്ക് 9 ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റില് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം അങ്ങനെ കുറേശ്ശെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സൗമ്യത, ദയ, പരോപകാരം, അങ്ങനെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. ആദ്യമായിട്ട് ഒരു ലിറ്റർ മായമില്ലാത്ത വചനം എന്ന പാല് ഈ ബ്ലെൻഡറിലോട്ട് ഒഴിക്കുക. അതിനുശേഷം പിന്നെ ഒരു കപ്പ് സ്നേഹം. ഈ സ്നേഹം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്നേഹം ഒഴിക്കുമ്പോൾ ഒട്ടും തുളുമ്പി പുറത്തെങ്ങും പോകരുത്. എവിടെയാണ് നമ്മളത് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ കൃത്യമായിട്ട് അതിനകത്തോട് തന്നെ വളരെ സൂക്ഷിച്ച് ഒഴിക്കണം. സ്നേഹം ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുകയാണ് ഞാൻ. സന്തോഷം. ഹാപ്പിനെസ്സിന് അത് ലിമിറ്റ്ലെസ് ആണ്. നമുക്ക് എത്ര ദ മോർ യു ആഡ് ദ മോർ യു ടേസ്റ്റ്. അപ്പൊ നമുക്ക് ഒരുപാട് എന്തോരം വേണേലും അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. നമുക്ക് ഇഷ്ടംപോലെ ആഡ് ചെയ്ത് അതും ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം പതുക്കെ. ഇപ്പൊ നമുക്ക് ഒരുവിധം ഒരു സ്മൂത്ത് ആയിട്ടൊരു കൺസിസ്റ്റൻസിയിൽ അത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഒരു 8-9 ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ്സിന് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കൈൻഡ്നെസ്, കുറച്ച് ഈ സഫറിങ്സ്, ലോങ് സഫറിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് ഒരു 2-3 സ്പൂണൊക്കെ അതും കുറച്ച് ആഡ് ചെയ്ത്, കുറച്ച് ദയ, അങ്ങനെയുള്ള ഒക്കെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യാം നമുക്കത്. ഇപ്പൊ നമ്മൾ ഇതൊരു നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇത് തുറന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ചെടുത്ത് ഈ കപ്പിലോട്ട് ഒഴിക്കാം. ഞാൻ വരും അതിലോട്ട്. നമ്മളിപ്പോ ഈ കപ്പിലൊഴിച്ച് നമ്മൾ എന്ത് സാധനം ആർക്ക് കൊടുത്താലും നമ്മളതെല്ലാം വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ട്, അതായത് ഈ ഐസ്ക്രീം ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ദയ ഒരു 2 ടീസ്പൂൺ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് ഇതിലിങ്ങനെ ഇവിടെ ഇടും. സൈഡിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്യുക. പിന്നെ ഇത്തിരി പരോപകാരം ഈ സൈഡില് ഇങ്ങനെ ഇടും. നല്ലൊരു ഭംഗിയുണ്ട് തന്നെ. പിന്നെ നമ്മൾ ഈ ചെറിയൊക്കെ വെച്ച് നമ്മളിങ്ങനെ കൊടുക്കാറില്ലേ, നമ്മൾ ഈ ഐസ്ക്രീമിന്റെ മുകളിൽ. അതുപോലെ നമുക്ക് ഈ വിശ്വസ്തത ഒരു ബോൾ പോലെ ഉരുട്ടിയിട്ട് അത് ഇതിന്റെ സെന്ററിലേക്ക് ഒരു സെന്ററിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മിൽക്ക് ഷേക്ക് റെഡിയാണ്. ഇതിന് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. യാതൊരു ദഹനക്കേടോ അല്ലെങ്കിൽ ഒരു ഡയോറിയയോ അങ്ങനെ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. ഇഷ്ടംപോലെ സ്നേഹമൊക്കെ വരട്ടെ, അത് പറയാൻ പോവുക ഞാൻ. ഇത് എങ്ങനെയുള്ളവർക്ക് കഴിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഇത്തിരി ഷുഗർ ഉള്ളവർക്കോ പ്രഷർ ഉള്ളവർക്കോ കൊളസ്ട്രോളിന്റെ ഒരു ലാഞ്ചിനുള്ളവർക്കോ ഒക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇത് എപ്പോ കഴിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തകർച്ചയിൽപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോഴോ, അതായത് ഈ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ആരും ഒരു കപ്പ് മിൽക്ക് ഷേക്ക് അങ്ങ് എടുത്തു കൊടുത്താൽ, നമ്മൾ ഭർത്താക്കന്മാർക്ക് കൊടുത്താൽ അത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ജനറൽ ബോഡി കൂടുന്നതിന് മുമ്പോ ജനറൽ ബോഡി കൂടി കഴിഞ്ഞോ ഒക്കെ വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബേസ്ഡ് ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പം ഇതെല്ലാം കൊണ്ട് വളരെ നല്ലതാണ്.
അപ്പൊ ഒത്തിരി ഞാൻ ഇപ്പൊ ഒരു കാര്യം ഓർത്തെ, ഈ മായമുള്ള പാലിന്റെ കാര്യം ചോദിച്ചില്ലേ, ആ മായമുള്ള പാല് പണ്ടൊക്കെ എൻ്റെ കാലത്ത്, എൻ്റെ കുഞ്ഞുനാളില് എൻ്റെ വെള്ളിപ്പച്ചന്മാരൊക്കെ ഈ ചേലാട്ടിന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ ആലുവയിലും പെരുമ്പാവൂരും നിൽക്കാണ്ട് അങ്ങ് എറണാകുളത്ത് എന്ന് ഓടി നിൽക്കണേ. അന്നൊക്കെ അവർ ഈ മായമില്ലാത്ത വചനം എന്ന പാല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയ്ക്ക് ശക്തിയുണ്ട് നമ്മുടെ ഈ വചനത്തിന്. അപ്പം മിസ് മനുവിന് വേണമെങ്കിൽ ഞാൻ മിൽക്ക് ഷേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാം. ഓക്കെ, യു വെൽക്കം. Wow, wonderful. It's so good. You all should try it. Okay, thank you. അപ്പോൾ ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയി മിസ്സസ് പോളിന്റെ രസം അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളായെന്ന് നമുക്കറിയാം. ഓക്കെ മിസ്സസ് പോൾ, രസം റെഡി ആയോ? It's done, Manu. ഇനി ഒരു ഗാർണിഷ് ചെയ്താൽ മതി. ഓക്കെ, അതിനു വേണ്ടി അല്പം നുണയും ഇച്ചിരി കുത്തുവാക്കും മുകളിലൂടെ വിതറി ചൂടോടെ സെർവ് ചെയ്യാം. അല്ല, അപ്പൊ ഞാൻ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, നൂട കുത്തുവാക്ക്, ഇതൊന്നും നമ്മളിവിടെ കേട്ടിട്ടേ ഇല്ല. ഇതൊക്കെ എവിടെ കിട്ടും മിസ്സസ് പോൾ? വളരെ അധികമായി ഏഷ്യൻ മാർക്കറ്റ്സിലാണ് ഇത് കണ്ടുവരുന്നത്. സ്റ്റോഴ്സിലാണ് കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ. മൈ നമ്പർ ഇസ് 334466. ഓക്കെ, അപ്പൊ ഇനി ഇതിന് അങ്ങനെ സൈഡ് എഫക്ട്സോ ഒന്നുമില്ല. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യേണ്ട, ജിമ്മിൽ പോകേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾ വളരെ നന്നായി ക്ഷീണിക്കും. വലിയ താമസം കൂടാതെ പോവുകയും ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടീയേഴ്സ് വരികയോ, ഐ മീൻ കണ്ണീർ വരികയോ, ബോഡിയിലെ ചതവുകൾ കാണുകയോ, ഇനി അതും പോരെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവുകയോ ചെയ്താൽ ഇതൊന്നും സൈഡ് എഫക്ട്സ് അല്ല. ഇതാണ് അതിന്റെ യഥാർത്ഥ എഫക്ട്. One glass a day will always keep the doctor. രസകരമായ രസം, വചനമായ പാലിൽ നിന്നുണ്ടാക്കിയ മിൽക്ക് ഷേക്ക് വളരെ എളുപ്പം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് fatherskarya.telapalil@telapalil.com. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഏകദേശം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. താങ്ക് യു മിസ്സസ് ജോർജ്. കഴിഞ്ഞില്ല. മനു എന്റെ രസം ട്രൈ ചെയ്തില്ല. അയ്യോ, അത് ഞാൻ ട്രൈ